അമൂല്യരത്നങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് മഞ്ഞ പുഷ്യരാഗം അഥവാ യെല്ലോ സഫയർ. എന്തൊക്കെയാണ് ഈ രത്നത്തിൻ്റെ പ്രത്യേകതകൾ? പ്രശസ്ത പ്ലാനറ്ററി ജെമ്മോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവ സംസാരിക്കുന്നു. ജെംസ് വേൾഡ്. അമൂല്യരത്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊപ്പം ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസ് സാർ. നമ്മൾ ബുധൻ്റെ രത്നം എന്ന് പറഞ്ഞ് നമ്മൾ എമറാൾഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മരതകം. ഇനി നമ്മൾ വ്യാഴത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, അതിൻ്റെ ഒരു ഓർഡർ നോക്കിയാൽ വ്യാഴമാണല്ലോ വരേണ്ടത്. ആദ്യം വ്യാഴത്തെക്കുറിച്ച് തന്നെ പറയാം. സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും ലാർജസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴം എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഫസ്റ്റിലേ തന്നെ അത് ഒരു ഈശ്വരാധീനത്തെയും ഡിവിനിറ്റിയെയും നോളജ്, ടീച്ചിങ്, പ്രീച്ചിങ്, ഇങ്ങനെയുള്ള ഒരുപാട് സ്വാത്വികത, നന്മ, ഇതെല്ലാം നിറഞ്ഞ ഒരു ഗ്രഹം എന്നാണ് വ്യാഴത്തെ വിശേഷിപ്പിക്കുന്നത്. ബൃഹസ്പതി വ്യാഴം. വ്യാഴത്തിൻ്റെ സ്റ്റോണാണ് യെല്ലോ സഫയർ. വ്യാഴത്തിൽ നിന്ന് വരുന്ന എനർജിയെ അതേ തീവ്രതയോടുകൂടി തന്നെ ധരിക്കുന്ന ആളിനെ മനുഷ്യ ശരീരത്തിലേക്ക് കടത്തിവിടാനുള്ള ഒരു നല്ല ഘടനാ സവിശേഷതയുള്ള രത്നമാണ് യെല്ലോ സഫയർ. അതാണ് ഭംഗിയേറിയ രത്നമാണ്. യെല്ലോ സഫയർ എന്ന് ഇംഗ്ലീഷിൽ പറയും, പുഷ്യരാഗമെന്ന് നമ്മൾ മലയാളത്തിൽ പറയും, പുഷ്പരാഗമെന്ന് തമിഴിൽ പറയും, ബുക്ക് രാജ് എന്ന് ഹിന്ദി പറയും. ലോകം ഉണ്ടായ കാലം മുതൽ തന്നെ രത്നങ്ങളും ഭൂമിക്കടിയിൽ വളഞ്ഞുണ്ടായി വരുന്നതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഈ വ്യാഴത്തിൻ്റെ സ്റ്റോണുകൾ ഉപയോഗിക്കുന്നതിന് ഒരുപാട് ക്രമങ്ങളുണ്ട്. ഒരാൾ വ്യാഴത്തിന് ഭംഗിയുള്ള രത്നമാണ് എന്നാൽ ഞാനത് വാങ്ങിച്ച് ധരിച്ചേക്കാം അങ്ങനെ കരുതരുത്. കാരണം രത്നങ്ങളിനകത്തെല്ലാം അനേകം ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വില മാത്രമല്ല, അതിൻ്റെ ആ ഒരു മഹത്വം ശരീരത്തിന് ബലം തരും. അതുകൊണ്ട് വ്യാഴത്തിൻ്റേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റികളും നമ്മളുടെ ബോഡിയിൽ നമ്മളിലേക്ക് കൊണ്ടുവരാനുള്ള സവിശേഷത രത്നങ്ങൾക്കുണ്ട്. അത് യൂണിവേഴ്സൽ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. യൂണിവേഴ്സാണ് അത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? വ്യാഴത്തിൻ്റെ കല്ലുകൾ നമ്മൾ ധരിക്കുന്നത് ഒരാളുടെ ബർത്ത് ചാർട്ടിൽ വ്യാഴത്തിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ അത് ധരിക്കണം. വ്യാഴദശയാണ് എന്ന് വ്യാഴത്തിൻ്റെ കല്ല് വാങ്ങി ധരിച്ചേക്കാം അങ്ങനെ കരുതരുത്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരിൽ കുറച്ച് നോക്കിയതിന് ശേഷം പ്ലാനറ്ററി പൊസിഷൻ നോക്കിയിട്ട് വേണം. അല്ലെങ്കിൽ നമ്മുടെ ലിവർ, പാൻക്രിയാസ് ഇതെല്ലാമായിട്ട് കണക്റ്റഡ് ആണ് ഈ രത്നം. വ്യാഴത്തെ അനുയോജ്യമായിട്ട് നിൽക്കുന്ന ഗ്രഹസ്ഥിതിയുള്ളവർക്കാണ് ഇത് നമ്മൾ സാധാരണ സജസ്റ്റ് ചെയ്യാറുള്ളത്. അത് നമ്മൾ ഇത് രത്നം തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു മെത്തേഡ്. ഇനി രത്നം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് പലതരത്തിലുള്ള മഞ്ഞക്കല്ലുകൾ മാർക്കറ്റിലുണ്ട്. അതെല്ലാം പുഷ്യരാഗമല്ല, അത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കളറ് കൂടിയ രത്നം ഇപ്പോൾ ധാരാളമായിട്ട് മാർക്കറ്റിലുണ്ട്. യെല്ലോ സഫയർ തന്നെ വിത്ത് സർട്ടിഫിക്കേഷനോടുകൂടി വരുന്ന ഒരു ധാരാളം കല്ലുകളുണ്ട്. അത് നമുക്ക് വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വാങ്ങിച്ച് ധരിച്ചിട്ട് കാര്യമില്ല. ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാനോ വാങ്ങിച്ച് ധരിക്കാം. മനസ്സിലായില്ലേ? അതല്ലാതെ എനിക്ക് വ്യാഴം ഒന്ന് എൻഹാൻസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആ കല്ല് ഉപയോഗിക്കരുത്. കാരണം അതിനകത്ത് ബെറിലിയം എന്ന് പറയുന്ന ഒരു കെമിക്കലിട്ട് കല്ല് ഇതിനകത്ത് കളർ കയറ്റിയിരിക്കുന്നതാണ്. നല്ല ഡാർക്ക് കളറായിട്ടുള്ള ഇപ്പോൾ എവിടെ ചെന്നാലും ഇപ്പോൾ ആ കല്ലിലാണ് കൂടുതലായിട്ട് ബാങ്കോക്കിൽ നിന്ന് വരുന്നത്. ആ സഫയർ നമുക്ക് നല്ല മഞ്ഞ കളറായിരിക്കും, ഭയങ്കര മഞ്ഞ കളറായിരിക്കും. ഈ സർട്ടിഫിക്കേഷനിനകത്ത് അടിയിൽ എല്ലാത്തിനകത്ത് നാച്ചുറൽ യെല്ലോ സഫയർ എന്ന് എല്ലാത്തിനകത്തും കൊടുക്കും. കാരണം ഈ യെല്ലോ സഫയറിൻ്റെ ദളം, അതായത് മൈൻ ചെയ്തെടുക്കുമ്പോൾ രത്നദളം, ആ ദളത്തിനകത്ത് കല്ല് ഇത് കളർ കയറ്റത്. അപ്പോൾ അതിൻ്റെ ഹാർഡ്നെസ് ചെക്ക് ചെയ്യുമ്പം നാച്ചുറൽ യെല്ലോ സഫയറിൻ്റെ ഹാർഡ്നെസ് ആയതുകൊണ്ട് ലാബറട്ടറിക്കാരെല്ലാം നാച്ചുറൽ യെല്ലോ സഫയർ എന്ന് എഴുതും. പക്ഷേ അതിനടിയിൽ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം എഴുതും. എപ്പോഴും നമ്മൾ സർട്ടിഫിക്കറ്റ്സ് മേടിക്കുമ്പോൾ കൺക്ലൂഷൻ വായിച്ച് നോക്കണം. കൺക്ലൂഷനകത്ത് ഇൻഡിക്കേറ്റ്സ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ തെർമൽ എൻഹാൻസ്മെൻറ്റ്, കളർ എൻഹാൻസ്മെൻറ്റ്, ട്രീറ്റ് ചെയ്ത് ഡിഫ്യൂസ്ഡ് എന്നൊരു കമൻറ്റ് കാണാം. അത് നമ്മളെ ശ്രദ്ധിച്ചോണം. അത് ഏത് രത്നം വാങ്ങിക്കുമ്പോഴും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് വരുന്നതാണ് വേൾഡ് ഫേമസ് ബെസ്റ്റ് ക്വാളിറ്റി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കല്ല്. കാശ്മീരിൽ നിന്നും യെല്ലോ സഫയർ വരുന്നുണ്ട്. അതൊന്നും പക്ഷേ നമുക്ക് ഞാൻ കണ്ടിട്ട് പോലുമില്ല. അത് വളരെ റെയറായിട്ട് വരുന്ന കല്ലുകളാണ്. തന്നെ ഇത് പെയിലായിട്ടുള്ള യെലോയിഷാണ് നമുക്ക് വാങ്ങി ധരിക്കാൻ അഫോർഡബിൾ ആയിട്ടുള്ളതും. അല്ലാതെ തന്നെ യെല്ലോ സഫയർ തന്നെ വലിയ ഗോൾഡൻ വെറൈറ്റി ഉണ്ട്. ഗോൾഡൻ യെല്ലോ സഫയർ എന്ന് പറയുന്ന കല്ലുണ്ട്. അതൊരു ക്യാരക്ടർ തന്നെ ഒരു 3 lakhs തുടങ്ങുന്നതിന്.
വളരെ റെയറായിട്ട് സാറേ നമുക്ക് അതിലേക്ക് എത്താം. നമ്മുടെ സമയം ഈ ആഴ്ചത്തെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. നമസ്കാരം.